ശ്വേത 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 യെസ്. ശ്വേതേ, ശ്വേതേ, എടി സമയം എന്തായിന്നറിയോ? എന്താ നീ ഇന്ന് ഇങ്ങനെ ഉറങ്ങുന്നത്? എണീക്കടി. എടി ശ്വേതേ, എണീക്ക്. വിളിക്കുന്ന കേക്കുന്നില്ലേ? ഒന്ന് പോന്നേ. ശ്വേതേ, എണീക്കടി. എന്താ അമ്മ? എന്താന്ന് അറിയില്ല അമ്മ, നല്ല ക്ഷീണമുണ്ട്. ഇതിനാ പറയുന്നത് കണ്ട നേരത്തിരുന്ന് പ്രേതപ്പടം കാണരുതെന്ന്. പറഞ്ഞാ കേട്ടാലല്ലേ? എണീക്കടി. ആദ്യം എണീറ്റ് കുളിച്ച് റെഡിയാവ്. വാ. രാത്രി ഞാൻ പ്രേത സിനിമയൊന്നും കണ്ടില്ല അമ്മ, സത്യമായിട്ടും ഞാൻ ഉറങ്ങിയതാ. ശരി, എണീക്ക്. എണീറ്റ് കുളിച്ച് കാപ്പി കുടിക്ക്. റെഡിയാവ്. എണീക്ക്. എടാ അളിയ, എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ? ഇന്നലെ രാത്രി എല്ലാം കഴിഞ്ഞടാ. അതന്നെ നീ ഇന്നലെ പറഞ്ഞില്ലേ, പാലില് ഗുളിക കലക്കി. അതേടാ, ഞാൻ നിനക്ക് വേണം നന്ദി പറയാൻ. ഇന്നലെ നീ അങ്ങനെ സംസാരിച്ചേ കൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്ന് എല്ലാം നല്ലോണം ചെയ്യാൻ പറ്റിയത്. അതാണോ അളിയാ? എന്റെ അച്ഛന് മെഡിസിൻ വാങ്ങാൻ ഡോക്ടർ തന്ന പ്രിസ്ക്രിപ്ഷൻ എന്റെ കയ്യിലാണ് ഉള്ളത് അളിയാ. അത് കാണിച്ചാണ് വാങ്ങിയത്. കണ്ടില്ല അളിയാ, ഞാൻ ഈ പോയിട്ടില്ല. പക്ഷേ അവള് തീർച്ചയായും ടയർഡായിരിക്കും. ശരി അളിയാ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ കുളിച്ചിട്ടേ ട്രെയിനിങ്ങിന് പോകണം. ഓക്കെ അല്ലേ? ഈവനിങ് വന്നിട്ട് വിളിക്കാവേ. ബൈ. ശരി, ബൈ. എൻ്റെ അമ്മ.
അല്ല ആന്റി, ഉം. ശ്വേതയുടെ കല്യാണത്തെ കുറിച്ച് എന്താ പ്ലാൻ? എന്റെ പ്ലാൻ ഒരു ഭാഗത്തിരിക്കട്ടെ. ദൈവം എന്താണോ പ്ലാൻ ചെയ്തെന്ന് അറിയില്ലല്ലോ. ദൈവത്തിന്റെ തലയിൽ ഇടണ്ട ആന്റി. മോളുടെ ജീവിതം നന്നാണെന്ന് വിചാരിച്ചാ തീർച്ചയായും ഒരു നല്ല പയ്യനെ കിട്ടും. പക്ഷെ വീട്ടോടെ നിക്കണമെന്നൊക്കെ പറഞ്ഞാ അല്പം ബുദ്ധിമുട്ടാ. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ ശ്വേതയാണ് എന്നെ പിരിഞ്ഞു പോകാൻ മനസ്സില്ലാതെ വാശി പിടിച്ചോണ്ടിരിക്കുന്നത്. അവള് കൊച്ചുകുട്ടിയല്ലേ ആന്റി, നിങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. എവിടെ കല്യാണത്തിനെ പറ്റി പറഞ്ഞാലേ പറയാൻ തന്നെ സമ്മതിക്കില്ല. അല്ല, ആന്റിയുടെ ചേട്ടനൊരു മോനുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ, അർജുൻ. ആ, അപ്പൊ അവനെ തന്നെ ശ്വേതയ്ക്ക് വേണ്ടി ആലോചിച്ചുകൂടെ? ഉം. എന്താ ആന്റി ആലോചിക്കുന്നേ? എന്താ, പയ്യന്റെ ക്യാരക്ടർ വല്ലതും ശരിയല്ലാതുണ്ടോ? ഛേ, അങ്ങനെയൊന്നുമില്ല. അർജുൻ വളരെ നല്ല പയ്യനാ. ഇപ്പൊ പോലും ഞങ്ങളുടെ വീട്ടിലാ താമസിക്കുന്നത്. അബ്രോഡിലേക്ക് പോവാൻ വേണ്ടി ഇവിടെ 1 മാസം ട്രെയിനിങ് കൊടുക്കുന്നുണ്ടത്രേ. അതിനു വേണ്ടിയാ വന്നിരിക്കുന്നത്. പിന്നെന്താ, എത്രയും പെട്ടെന്ന് ചേട്ടനുമായി സംസാരിച്ച് ശ്വേതയുടെ അവന്റെയും കല്യാണം നടത്താൻ നോക്ക്. അബ്രോഡിലേക്ക് പോകുമ്പോ അവൻ ശ്വേതയും കൂടെ കൊണ്ടുപോയിക്കോട്ടെ. അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ എന്താ ഉള്ളതെന്ന് അറിയില്ലല്ലോ മായേ. ദേ നോക്കിയ ആന്റി, ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരുന്ന അവൻ ഫോറിനിൽ ചെന്നിട്ട് വേറെ ഏതെങ്കിലും പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കും. പിന്നെ ഒരു നല്ല പയ്യൻ മിസ്സായി ഓർത്ത് വിഷമിക്കണ്ട ആന്റി. കൂടുതൽ ആലോചിക്കണ്ട. ശ്വേത ആന്റിയുടെ മോള, അവൻ ആന്റിയുടെ ഏട്ടന്റെ മോന. മടിക്കാതെ ചേട്ടനോട് ചോദിക്കേ, എത്രയും പെട്ടെന്ന് കല്യാണത്തിന്റെ ഏർപ്പാട് ചെയ്യും. ഓക്കെ അല്ലേ ആന്റി? എന്നാ ശരി ആന്റി, ഞാൻ പുറപ്പെടട്ടെ. എന്നാ ശരി, പോയിട്ട് വാ. ബൈ ആന്റി. ബൈ.